6th സെമ്മിലെ കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് പ്രോഗ്രാം ഡെവലപ്മെൻറ്റ്. സോ ഈ ഒരു കാർട്ടൂൺ നോക്കുക. ഇതെന്താണ്? നോക്കാം എന്താണെന്നുള്ളത് ഓൺലൈൻ ഡിസ്കഷനിൽ പറയാം. സോ പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനോട് എന്തെങ്കിലും ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സോ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഡയറക്ട്സ് ദ കമ്പ്യൂട്ടർ ടു പെർഫോം എ ടാസ്ക്, അതാണ് പ്രോഗ്രാം ഓർ കമാൻഡ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ഏത് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണോ അത് എഴുതുന്നത് അതാണ് നമ്മളതിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമറിന് ഡിസൈഡ് ചെയ്യാം ഏതൊക്കെ പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്യാം. നമ്മളുടെ ആ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് വേണ്ടതെന്നുള്ളത് പ്രോഗ്രാമറിന് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതും ആയിട്ടുള്ള കുറേ പ്രോഗ്രാം ലാംഗ്വേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോബോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പാസ്കൽ കേട്ടിട്ടുണ്ടാവാം, സി കേട്ടിട്ടുണ്ടാവാം എന്തായാലും, ബേസിക്, ലിസ്പ്, ഫോർട്രാന്, അങ്ങനെ ഒരുപാട് അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. ഇവിടെ ഒരു ആളിരിക്കുന്നുണ്ട് 1s and 0, 1ഉം 0 മാത്രം പഠിച്ചിരിക്കുന്ന ആളതാരാണ്? മെഷീൻ ലാംഗ്വേജ്. അങ്ങനെ പലതരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. സോ വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ഒരു യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മനസ്സിലാവുന്നത് അവർ സാധാരണ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതുപോലെയുള്ള ലാംഗ്വേജ് ആണ്. എന്നാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് എന്താണ്? 1 and 0, അതല്ലെങ്കിൽ ഹൈ ലോ, അല്ലെങ്കിൽ +5 വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട്, ആ വോൾട്ടേജുകൾ, അതല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റ്, ലോ സ്റ്റേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവും, ഓൺ അല്ലെങ്കിൽ ഓഫ് എന്നുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം, 1 കറസ്പോണ്ട്സ് ടു ഹൈ സ്റ്റേറ്റ് ആൻഡ് 0 കറസ്പോണ്ട്സ് ടു ലോ സ്റ്റേറ്റ്, ഓണും ഓഫും അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷ എന്ന് പറയുന്നത് ഈ 1ഉം 0 മാത്രമാണ്. അതെന്താവില്ല ഡയറക്റ്റ്ലി നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ഒരു കോമൺ മാനിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമർ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണ അവർ ഉദ്ദേശിക്കുന്ന ടാസ്ക്, അത് പ്രോഗ്രാം, അതിനെന്ത് ചെയ്യാണ്, മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് മാറ്റണം. അത് മാറ്റുന്ന ആളാണ് ആര്? കമ്പൈലർ. അതായത് യൂസറിനും മനുഷ്യനും കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ട്രാൻസ്ലേറ്ററാണ് എന്ത്? കമ്പൈലർ എന്ന് പറയുന്നത്. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആയിട്ടും മെഷീൻ ലാംഗ്വേജിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല സാധാ പ്രോഗ്രാമായിട്ടും കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാംസിനാണ് എന്താണ്? കമ്പൈലർ എന്ന് പറയുന്നത്. യൂഷ്വലി പ്രോഗ്രാമിന് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. Needs a set of vocabulary and grammatical rules to instruct the computer to perform specific task. അതൊക്കെ എന്താണ്? പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇനി നമ്മൾ പ്രോഗ്രാം, വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇങ്ങനെ മാത്രമല്ല എഴുതേണ്ടത്, അതിന് കുറച്ച് കാര്യങ്ങൾ വേണം, അത് വഴിയെ മനസ്സിലാക്കാം. സോ വാട്ട് ഈസ് എ മെഷീൻ ലാംഗ്വേജ്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫിഗർ നോക്കുക, ആ കീബോർഡിലാകെ 2 കീ ആണുള്ളത്, 1 and 0, പിന്നെ ഒരു എൻറ്ററും ആണുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാം, 1ഉം 0 മാത്രം ഞെക്കിയാൽ മതി. പക്ഷെ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 0 മാത്രം വെച്ച് സീരീസ് ഓഫ് ഒരു സ്ട്രിങ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട് ഇതിന്. ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എറേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രോഗ്രാം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് മെഷീൻ ലാംഗ്വേജിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഈ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഇതാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ്, റൈറ്റിംഗ്, ടെസ്റ്റിംഗ്, ഡീബഗിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ്
ആൻഡ് മെയിൻറ്റെയിനിങ് ദ സോഴ്സ് കോഡ്. അപ്പോൾ അതിലൊരുപാട് സ്റ്റെപ്സ് ഉണ്ട്. വെറുതെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയതുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആവില്ല. അതിനൊരു സീരീസ് ഓഫ് ഇതുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഓരോ പ്രോസസ്സ് എന്താണ്, ഡിസൈനിങ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്, റൈറ്റിംഗ് സ്റ്റെപ്പ് ഉണ്ട്, അതിന് ആ പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്, അത് ഡീബഗ് ചെയ്യാന്ന് വെച്ചാൽ എറർ ഡിറ്റക്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ്, മെയിൻറ്റെയിനിങ് ദ സോഴ്സ് കോഡ്. ആ സോഴ്സ് കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ ഇട്ട് കമൻറ്റും കറക്റ്റൊക്കെ ആക്കി ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത്രയും വരെയുള്ള സ്റ്റെപ്സാണ് എന്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി എല്ലാ സോഫ്റ്റ്വെയറും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്നതാണ് ഒറിജിനൽ പ്രോഗ്രാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ സിയിൽ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാം സോഴ്സ് കോഡ്. അതിന് എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്തിട്ട് എക്സിക്യൂട്ടബിൾ ഫയലാക്കി മാറ്റണം. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കുന്ന 1 ഉം 0 ആക്കി മാറ്റണം എന്നർത്ഥം. സോ എക്സിക്യൂട്ടബിൾ ഫയൽസ് .exe ഫയലാക്കി മാറ്റണം. ഈ സോഴ്സ് കോഡ് ഓപ്പൺ സോഫ്റ്റ്വെയറിന് മാത്രമേ എന്താണ് പബ്ലിക്ലി അവൈലബിൾ ആയിട്ട് വരുള്ളൂ, യൂസറിന് കിട്ടുള്ളൂ. മറ്റേന്താണ് വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് കിട്ടുമോ? ഇല്ല, അതെന്താണ് ഒരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും സോഴ്സ് കോഡ് എന്ത് ചെയ്യില്ല, അവൈലബിൾ ആവില്ല. ഓപ്പൺ സോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറിന് മാത്രമാണ് അതിൻ്റെ സോഴ്സ് കോഡ് പബ്ലിക്ലി അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. So programmer writes a program, compiler compiles it and converts it to executable file. അതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞു. സോ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കുന്നതാണ്. ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിലോ അതല്ലെങ്കിൽ എന്താണ് ഈസിയർ ആയിട്ടോ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് നമ്മൾ പ്രോഗ്രാമായിട്ട് എഴുതുള്ളൂ. അപ്പോൾ അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം, എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണം, എന്തൊക്കെ ഔട്ട്പുട്ടാണ് വേണ്ടത്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ലേഔട്ട് ഉണ്ടാക്കുന്നതാണ്, റഫ് ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് റിവ്യൂ ദ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു യൂസറെ സമീപിച്ചിട്ട് നിങ്ങൾ പ്രോഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഫോർ എക്സാമ്പിൾ ലൈബ്രറി ഓട്ടോമേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ചോദിച്ചറിയും. അത് യൂസറും പ്രോഗ്രാമറും തമ്മിലുള്ള കോൺവെർസേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മീറ്റ് ദ സിസ്റ്റം അനലിസ്റ്റ് ആൻഡ് യൂസർ, അതാണ് ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോസസ്സിങ് കമ്പോണൻസ്. അപ്പോൾ ഒരു ഇൻപുട്ട്സ് എന്തൊക്കെ വേണം, ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എന്തൊക്കെ ഇൻപുട്ട് നമുക്ക് വേണം, എന്തൊക്കെ പ്രോസസ്സാണ് അതിൽ ചെയ്യാനുള്ളത്, ഇക്വേഷൻസ് ഒക്കെ വെച്ച് വല്ലതും ചെയ്യാനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, ഔട്ട്പുട്ട് എന്താണ് അതിൻ്റെ കൊടുക്കേണ്ടത്, ഇങ്ങനെ കാര്യങ്ങൾ ടാബുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. അതിന് IPO ചാർട്ട് എന്ന് പറയും, ഇൻപുട്ട് പ്രോസസ്സ് ഔട്ട്പുട്ട്, IPO ചാർട്ട്. സോ ഇറ്റ് ഐഡൻറ്റിഫൈസ് എ പ്രോഗ്രാം ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് പ്രോസസ്സിങ് സ്റ്റെപ്സ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സോ റെഗുലർ ടൈം അവേഴ്സ് വർക്ക്ഡ് അറിയണം, എത്ര ടൈം അയാൾ റെഗുലറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, റെഗുലർ ടൈമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവർ ടൈം ഓർ എക്സ്ട്രാ ടൈം അയാൾ എത്ര വർക്ക് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അറിയണം. അവർലി പേ റേറ്റ് എത്രയാണ്, അയാൾക്ക് 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആണ് സാലറി കൊടുക്കേണ്ടത്. ആൻഡ് ഓവർ ടൈമിന് എക്സ്ട്രാ സാലറി ഉണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്നുള്ളതും അവിടെ എന്ത് ചെയ്യണം, ഇൻപുട്ടായിട്ട് വരണം. എന്തൊക്കെ പ്രോസസ്സാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു എംപ്ലോയീൻ്റെ സാലറി ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അയാളുടെ ID അല്ലെങ്കിൽ നെയിം അങ്ങനത്തെ കാര്യങ്ങൾ വേണം, അത് അവിടെ നിൽക്കട്ടെ. ഈ സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻപുട്ട് ചെയ്യേണ്ടത് എന്താണ്, ടൈം അവേഴ്സ്, റെഗുലർ ടൈം അവേഴ്സ് വർക്ക്. അപ്പോൾ റീഡ് ദ റെഗുലർ ടൈം അവേഴ്സ് വർക്ക്, അത് റീഡ് ചെയ്യണം ആദ്യം. എന്താ മാത്രം പോരാ, ഓവർ ടൈം അവേഴ്സ് വർക്ക്ഡ് വേണം, അവർലി പേ റേറ്റ് വേണം. ഇനി എക്സ്ട്രാ ടൈമിന് എക്സ്ട്രാ റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവിടെ നമുക്ക് ചോദിക്കണം. അപ്പോൾ അത്രയെല്ലാം റീഡ് ചെയ്യണം യൂസറിൻ്റെ അടുത്ത് നിന്ന്, കമ്പ്യൂട്ടർ പ്രോഗ്രാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് നമ്മൾ കൊടുക്കണം. പിന്നെ എന്താണ്, കാൽക്കുലേറ്റ് ദ റെഗുലർ ടൈം പേ. അപ്പോൾ ഈ റെഗുലർ ടൈം അവേഴ്സ് വർക്കഡും അതേപോലെ അതിൻ്റെ പേ റേറ്റും തമ്മിൽ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റെഗുലർ ടൈം പേ കണ്ടുപിടിക്കണം. ഇനി ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓവർ ടൈം ഉണ്ടെങ്കിൽ
ആ ഓവർ ടൈം പേയും കണ്ടുപിടിക്കണം. എന്നിട്ട് കാൽക്കുലേറ്റ് ഗ്രോസ് പേ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഗ്രോസ് പേ കണ്ടുപിടിക്കണം. അത് പ്രിൻ്റ് ചെയ്യും വേണം. ഇത്രയാണ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടത്. ഔട്ട്പുട്ട് എന്താണ്? ഈ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്ത സാധനം, അതായത് ഗ്രോസ് പേ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടത്. ഇനി അയാളുടെ നെയിം ഐ ഡിയും കൂടി പ്രിൻ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതും നമ്മളവിടെ ഔട്ട്പുട്ടായിട്ട് കാണിക്കും. അതും നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് വരുത്തും. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്തൊക്കെ പ്രോസസ്സ് അതിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് കേട്ടിട്ടുണ്ടാവും. സാധാരണ നിങ്ങൾ ചെയ്യുക എന്താ? പ്രോഗ്രാം എഴുതും, എന്നിട്ട് ആ പ്രോഗ്രാം നോക്കിയിട്ട് അൽഗോരിതം എഴുതും. ശരിക്കും അങ്ങനെയല്ല. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് അത് എന്ത് വരുന്നത്? അൽഗോരിതം അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, സ്യൂഡോ കോഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ വരുന്നത്. അപ്പോൾ എന്താണ്? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് ദ പ്രോബ്ലം. ഇവിടെ നേരത്തെ നമ്മളൊരു റഫ് ഐഡിയ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ആദ്യം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ വെച്ചിട്ട് കറക്റ്റ് ആദ്യം ഇന്നത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് സെക്കൻഡ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിസൈൻ സൊല്യൂഷനിലാണ് സ്യൂഡോ കോഡ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫ്ലോ ചാർട്ടിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് നിങ്ങൾക്കറിയാം. റെക്റ്റാങ്കിൾ ഓരോ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ പാരലലോഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് അല്ലെങ്കിൽ റീഡ് റൈറ്റ് എന്നൊക്കെ കൊടുക്കാനാണ്. ഇത് നിങ്ങൾക്ക് പുതുതായിട്ടുള്ള സാധനമായിരിക്കും. അതെന്താ വെച്ചാൽ കമൻ്റൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. ഇപ്പോൾ ഒരു ലൂപ്പ് വർക്ക് ചെയ്യേണ്ട, ദിസ് ലൂപ്പ് ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമല്ലോ, കമൻ്റായിട്ട് കൊടുക്കുമല്ലോ. എന്തെങ്കിലും ഇപ്പോൾ കാണാം, ഇപ്പോൾ അവർലി ഗ്രോസ് പേ കാണാനാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഇക്വേഷൻ്റെ സൈഡിൽ നിങ്ങൾ കമൻ്റായിട്ട് കൊടുക്കും, ആ ഇക്വേഷൻ എന്തിനാണ്, അല്ലെങ്കിൽ ആ ലൂപ്പ് എന്തിനാണ്, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തിനാണ്, അങ്ങനെയുള്ള അനോട്ടേഷനായിട്ട് കൊടുക്കുന്ന, കമൻ്റായി കൊടുക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറ്. ഇതറിയാം. ഡയഗണൽ എന്താണ്? ഡിസിഷൻ ബോക്സ് ആണ്. യെസ് ഓർ നോ എന്ന് പറഞ്ഞ സൈഡിൽ നിന്ന് വരും. ഇത് ടെർമിനൽ സ്റ്റാർട്ടും എൻഡും ഇങ്ങനെയുള്ള ഓവൽ ഷേപ്പിലാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതും തൊട്ടടുത്തതും ഒന്ന് ശ്രദ്ധിക്കണം. സാധാരണ നമ്മളിത് രണ്ടും ഈ രണ്ട് സാധനത്തിനും ഒറ്റ സർക്കിൾ മാത്രമാണ് യൂസ് ചെയ്യാറ് ഇപ്പോൾ ഇതുവരെ. ഇപ്പോൾ കണക്ടറാണ്. അതായത് ഇപ്പോൾ പേജിൽ നിങ്ങൾ ഫ്ലോ ചാർട്ട് വരച്ചിട്ട് ആ പേജിൽ കഴിഞ്ഞില്ല, അടുത്ത പേജിൽ കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേജിൽ നിന്ന് തന്നെ അപ്പുറത്തെ പേജിലേക്ക് സൈഡിലേക്ക് വേറെ പേജിൻ്റെ തന്നെ ഒരു ഭാഗത്തേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള കണക്ടറാണിത്. എങ്ങനെ? എൻട്രി ഫ്രം ഓർ എക്സിറ്റ് ഫ്രം അനദർ പാർട്ട് ഓഫ് ദ ഫ്ലോ ചാർട്ട് ഓൺ ദ സെയിം പേജിലാണ്. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ പേജിലേക്ക് കൊടുക്കാനും ഈ കണക്ടർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അപ്പുറത്തെ നെക്സ്റ്റ് പേജിലാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പേജിലാണ് ഇങ്ങനത്തെ കണക്ടറാണ് കൊടുക്കുന്നത്. ഒരു പേജ് പോലെ തന്നെ ചേഞ്ച് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാനൊരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. മറ്റേത് കണക്ടർ സെയിം പേജിൽ തന്നെയാണ്, ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് അതിൻ്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ടർ. എന്നിട്ട് ഇതിനകത്ത് 1എന്നോ 2എന്നോ എന്നോ ബിന്നോ കൊടുക്കും. എവിടെയാണോ അത് എൻഡ് ചെയ്യുന്നത് അവിടുന്ന് ഉള്ള കണക്ഷനോടത്തും ആ സിമ്പിൾ കാണിക്കും. ഇത് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, പ്രീ ഡിഫൈൻ പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കള്ളി വെച്ചിട്ടാണ് കാണിക്കാറ്. അപ്പോൾ ഇത്രയും സിമ്പിൾസും ആ ഫ്ലോ ആരോസും ആണ് ഫ്ലോ ചാർട്ടിന് ഉണ്ടാവുക. എക്സാമ്പിളാണ് നിങ്ങൾക്കറിയാം. സ്യൂഡോ കോഡ് നിങ്ങൾക്ക് പുതിയ ആൾക്കായിരിക്കും. സ്യൂഡോ കോഡ് എന്താണത്? അൽഗോരിതം നിങ്ങൾക്കറിയാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുന്നതാണ്. സ്യൂഡോ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം അല്ല, പക്ഷേ പ്രോഗ്രാമും അല്ല. അപ്പോൾ നോക്കൂ, മെയിൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൾ ഇനീഷ്യലൈസേഷൻ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടാവാം, അതിനെ കോൾ ചെയ്യണം എന്നാണ് ഈ പറയുന്നത്. കോൾ ഇനീഷ്യലൈസേഷൻ ഫംഗ്ഷൻ, കോൾ പ്രോസസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, കോൾ റാപ്പപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, എന്നിട്ട് എൻഡ് ചെയ്യാൻ പറയുന്നത്. പിന്നെ പ്രോസസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് വേറൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഡു വൈൽ നോട്ട് EOF എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ ഡു വൈൽ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രോഗ്രാമിംഗ് സിൻടാക്സുമായിട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കീവേഡ്സ് ആണ്. പക്ഷേ സിൻടാക്സ് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതാണ് സ്യൂഡോ കോഡും പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അൽഗോരിതം തന്നെയാണ്, പക്ഷെ അത് കറക്റ്റ് പ്രോഗ്രാമിൻ്റെ സിൻടാക്സിലല്ല. എന്നാൽ ആ പ്രോഗ്രാമിൻ്റെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് എഴുതുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ഡിസൈൻ. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ പ്രോബ്ലം എന്താ അനലൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഡിസൈൻ ചെയ്തു, എന്നിട്ട് ഇംപ്ലിമെൻറ്റ് ഡിസൈൻ. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ടൈപ്പ് ചെയ്യേണ്ടത്, പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സി പ്രോഗ്രാം ആണോ, വിഷ്വൽ ബേസിക്കിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ നിങ്ങൾ ചെയ്യുന്നത്, പൈത്തൺ ആണോ ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സിൻടാക്സ്, അതിൻ്റെ റൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഇംപ്ലിമെൻറ്റ് ദ ഡിസൈൻ. സോ റൈറ്റിംഗ് ദ കോഡ് ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ദ ഡിസൈൻ ഇൻ ടു ദ പ്രോഗ്രാം. അപ്പോൾ സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്യണം. കമൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കമൻ്റ് ആക്കി വെക്കും. അപ്പോൾ യൂസറിന് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എന്താണ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്സും ഉണ്ടാവാം. അടുത്തത് ടെസ്റ്റ് ദ സൊല്യൂഷൻ. അങ്ങനെ പ്രോഗ്രാമൊക്കെ നമ്മൾ എഴുതി. പ്രോഗ്രാം എഴുതി അവിടെ വെച്ചാൽ പോരാ, അതെന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് ടെസ്റ്റ് സൊല്യൂഷൻ. ടെസ്റ്റ് സൊല്യൂഷനിൽ റൺ ചെയ്യുമ്പോൾ പ്രോഗ്രാംസിൽ എറർ ഉണ്ടാവും, അത് കാണിക്കാം. അപ്പോൾ ആ പ്രോഗ്രാം എറർ ഫ്രീ ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള സ്റ്റെപ്പാണത്. സോ ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രോഗ്രാം റൺസ് കറക്റ്റ്ലി ആൻഡ് ഇറ്റ് ഈസ് എറർ ഫ്രീ. അപ്പോൾ അവിടെയാണ് ഡീബഗ്ഗിങ് വരുന്നത്. അപ്പോൾ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എറർ മെസ്സേജ് കാണിക്കും. അപ്പോൾ ലൊക്കേറ്റിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ് ആണ് ഡീബഗ്ഗിങ് എന്ന് പറയുന്നത്. അതൊക്കെ അവിടെ ടെസ്റ്റ് സൊല്യൂഷൻ എന്നുള്ള സ്റ്റെപ്പിൽ കഴിയും. അടുത്തത് ഡോക്യുമെൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ പ്രോഗ്രാം റൈറ്റ് ചെയ്തു, റൺ ചെയ്തിട്ട് കറക്ഷനൊക്കെ വരുത്തി ഫൈനൽ സാധനമായി. ഇനി അതിൻ്റെ ഡോക്യുമെൻറ്റ് സൊല്യൂഷനാണ്. ഡോക്യുമെൻറ്റ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ചിലപ്പോൾ ചില ലൈനുകൾ, ഇപ്പോൾ നമ്മളൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്ത് അവിടെ ഇൻഡ് എ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വേരിയബിൾ ആ പ്രോഗ്രാമിൽ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. എ ഈക്വൽ ടു എന്നോ വേറെ എവിടെയെങ്കിലും ഒരു വേരിയബിളായിട്ടോ അല്ലെങ്കിൽ ഇക്വേഷൻ്റെ പാർട്ടായിട്ടോ ഒന്നും വരുന്നില്ല. നമ്മൾ എങ്ങനെയോ അറിയാതെ ഡിഫൈൻ ചെയ്ത് അവിടെ ഇട്ട് പോയി, പക്ഷെ അത് യൂസ് ചെയ്യുന്നൊന്നുമില്ല. അതിനാണ് ഡെഡ് കോഡ് എന്ന് പറയുന്നത്. ആ ഡെഡ് കോഡ് വേറെ എവിടെയും എന്തില്ല, പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷനിൽ വരുന്നില്ല. അതല്ലെങ്കിൽ ആ എ ഈക്വൽ ടു 5 എന്നോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എ ഈക്വൽ ടു ഒരു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനൊക്കെ ആവാം. പക്ഷേ ആ ഇക്വേഷനും ആ റിസൾട്ടിനും ആ പ്രോഗ്രാമിൽ ഒരു യൂസും ഇല്ലെങ്കിൽ അതിനെയാണ് ഡെഡ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അങ്ങനത്തെ ഡെഡ് കോഡ്സ് റിമൂവ് ചെയ്യണം. എന്നിട്ട് ഇതിൽ ഡോക്യുമെൻറ്റേഷൻ, അതായത് കമൻറ്റ്സ് ഒക്കെ നമ്മൾ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഫങ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് സൈഡിൽ കമൻ്റ് ആക്കി കൊടുക്കുക. കാരണം ഫ്യൂച്ചർ റെഫറൻസ്, പിന്നെ ഇവിടെ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് പിന്നീട് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ്സ് ഒക്കെ ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പ്. അത് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഇത്രയാണ് ഒരു പ്രോഗ്രാം ഡെവലപ്മെൻറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പറഞ്ഞു 1s and 0. അപ്പോൾ നമ്മൾ പണ്ടത്തെ കാലത്ത് മെഷീൻ ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ ഹൈ ഓർ ലോ വോൾട്ടേജ് അത് മാത്രമല്ല ആണ് വെച്ചിട്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അസംബ്ലി ലാംഗ്വേജസ് വന്നു. അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ മെഷീൻ ലാംഗ്വേജിനേക്കാൾ ബെറ്ററാണ്, എന്നാൽ ഫുള്ളി നമുക്ക് അണ്ടർസ്റ്റാൻഡബിളും അല്ല. അങ്ങനെയുള്ളൊരു സംഭവമാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിൽ ചെറിയ ചെറിയ നിമോണിക്സ് ആണ് യൂസ് ചെയ്യുക. നിമോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആഡ് ചെയ്യാനുള്ളതിന് ADD എന്ന് കൊടുക്കും, മൂവ് ചെയ്യാനുള്ളതിന് MOV എന്നുള്ള കമാൻഡ് കൊടുക്കും. ആ കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡുണ്ട്, ആ കോഡ് പിന്നെ ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂസറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഡ്, മൂവ് എന്ന് പറയുന്ന നല്ല ചെറിയ ചെറിയ ഇംഗ്ലീഷ് വേർഡിൻ്റെ ഒരു 2 or 3 ലെറ്റേഴ്സ് ഉള്ള ഇംഗ്ലീഷ് വേർഡിനെയാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. യൂസ് ചെയ്തിട്ട് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഹയർ ലെവൽ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്തപ്പോൾ ഡു, വൈൽ, ഇഫ്, എൽസ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് വേർഡ്സ് വെച്ചിട്ട് എഴുതുന്ന പ്രോഗ്രാംസാണ് ഹയർ ലെവൽ ലാംഗ്വേജസിൽ വരുന്നത്. സോ ലോ ലെവൽ ലാംഗ്വേജ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ദ കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ടു യൂസ്. മെഷീൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജസ് ആർ ലോ ലെവൽ. ഇപ്പോൾ പറഞ്ഞ 2. ഹൈ ലെവൽ ലാംഗ്വേജ് ആകുമ്പോൾ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടാണ്. അതായത് ഇംഗ്ലീഷ് ലൈക്ക് ഫ്രേസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി എളുപ്പമാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ പ്രോഗ്രാം ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ഒക്കെ. ഇത് കുറേ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്ത ഇയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫോർട്രാനൊക്കെ നോക്കുകയാണെങ്കിൽ 1957 മുതൽ ഇത് കാണിച്ചിട്ടുള്ളൂ. 1957. ഇതിൽ നിങ്ങളുടെ സി എവിടെയാണെന്നുള്ളത് നോക്കാം. സി ബേസിക് ഇവിടെ ഇരിക്കുന്നത് ആ സി. അപ്പോൾ ഏകദേശം ഒരു 1970s ആണ് സി വരുന്നത്. ഇനി എന്താണ് അറിയുന്നത്, ANSI ഇവിടെ ഉണ്ട്. C++ ഇതാ അവിടെ 1985 വരുന്നത്. ഇനി ജാവ, അങ്ങനെ കുറച്ച് വിഷ്വൽ ബേസിക് ഇതാ ഇവിടെ ഇരിക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രം, പഠിക്കാനുള്ളതൊന്നുമല്ല. ഇനി മെഷീൻ ലാംഗ്വേജും ഹൈ ലെവൽ ലാംഗ്വേജും
ഒരു മൊത്തം നോക്കുകയാണെങ്കിൽ, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയറും ആ ഹാർഡ്വെയർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ വരുന്ന വരെയുള്ള സംഭവങ്ങൾ അതിൻ്റെ തന്നെ ഇതിലുള്ള കൺട്രോൾ പ്രോഗ്രാമിലാണ് ഉണ്ടാവുക. അപ്പോൾ അതും മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും എന്താണ്, ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇതുവരെയുള്ളത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അത് മെഷീൻ സ്പെസിഫിക് ആണ്. ഒരു മെഷീനിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആവില്ല ചിലപ്പോൾ അടുത്ത മെഷീനിൽ യൂസ് ചെയ്യുക. അപ്പോൾ പോർട്ടബിൾ അല്ല, ഒന്നിൽ ചെയ്ത പ്രോഗ്രാം മറ്റൊന്നിൽ വർക്ക് ചെയ്യണമെന്നില്ല. അതിനേക്കാൾ ഹയർ ലെവൽ പ്രോഗ്രാംസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജസും ആപ്ലിക്കേഷൻ ലെവൽ ലാംഗ്വേജസും. അതെന്താണ്, മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു മെഷീനിൽ വർക്ക് ചെയ്തത് നമുക്ക് കോപ്പി ചെയ്തിട്ട് അപ്പുറത്തെ മെഷീനിൽ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എവല്യൂഷൻ ആണ് പറയുന്നത്. അസംബ്ലി ലെവൽ ലാംഗ്വേജ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സെക്കൻഡ് ജനറേഷനാണ് അസംബ്ലി ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലാംഗ്വേജിനേക്കാൾ ഒന്നുകൂടി ഈസിയാണ്. 0, 1 വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുകൂടിയും ആഡ്, മൂവ്, ഇൻ, ഔട്ട് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. പ്രിൻ്റ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇംഗ്ലീഷ് ലൈക്ക് ഫ്രേസസ് ഓർ നിമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ്. ഈ പ്രോഗ്രാമർ അസംബ്ലി പ്രോഗ്രാമിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഇറ്റ് ഈസ് കോൾഡ് അസംബ്ലർ. ഇതാണ് ഒരു അസംബ്ലി ലെവൽ ലാംഗ്വേജ് എഴുതിയ പ്രോഗ്രാം. അപ്പോൾ ക്ലിയർ ഇത് കമൻ്റ് ആയിരിക്കണം. ക്ലിയർ ദ സ്ക്രീൻ യൂസിങ് ബയോസ് എന്നുള്ളത് CLR ക്ലിയറിനുള്ളതായിരിക്കും. അപ്പോൾ മൂവ് ഉള്ളത് മൂവ് ചെയ്യാൻ, ഒരു ഇതിൽ നിന്ന് മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യാനുള്ള കമൻ്റാണത്. അപ്പം അങ്ങനെയുള്ള ചെറിയ RET എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആണ്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഇംഗ്ലീഷ് വേർഡ്സും പിന്നെ അതിൻ്റെ ഇതാണ്, ഇതൊക്കെ ഹെക്സാഡെസിമൽ നമ്പറാണ് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത് അസംബ്ലർ എന്താ ചെയ്യുന്നത്, ഈ ഇൻഡ് മൂവ് എന്നുള്ളതിനൊക്കെ എന്താക്കി മാറ്റും. അതേപോലെ ഈ ഹെക്സാഡെസിമൽ നമ്പറിനെയൊക്കെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ ഇങ്ങനെ 1s and 0s ബൈനറി കോഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് കോഡ് നമുക്ക് കിട്ടും. ഇത് മെഷീനിന് റീഡബിൾ ആയിട്ടുള്ള കോഡായിരിക്കും. നെക്സ്റ്റ് എന്താണ്, ഹയർ ലെവൽ, തേർഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ മെഷീൻ ലാംഗ്വേജ്, സെക്കൻഡ് ജനറേഷൻ അസംബ്ലി ലെവൽ ലാംഗ്വേജ്, തേർഡ് ജനറേഷൻ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ജനറേഷൻസ് ആണ്. അപ്പോൾ തേർഡ് ജനറേഷനിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലൈക്ക് ഫ്രേസിംഗ് ഒക്കെയാണ്. സിയും C++ഉം കോബോൾ, ഫോർട്രാൻ, പാസ്കൽ, ബേസിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്, ഹയർ ലെവൽ ലാംഗ്വേജ്, അത് തേർഡ് ജനറേഷനിൽ വരുന്നതാണ്. അപ്പോൾ പോർട്ടബിൾ ആണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലൈക്ക് ഫ്രേസസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ ഈസിയർ ആണ്. എറർ ഡിബഗ് ചെയ്യാനൊക്കെ ഈസിയർ ആണ്. നെക്സ്റ്റ് ഫോർത്ത് ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ്. അവിടെ നമുക്ക് വിഷ്വൽ എൻവിറോൺമെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതായത് വിഷ്വൽ ബേസിക് അങ്ങനത്തെ മൗസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസും കൂടി അവിടെ വരും. അപ്പോൾ അതിന് എക്സാമ്പിൾ വിഷ്വൽ ബേസിക്, വിഷ്വൽ ഏജ്, ഓതറിംഗ് എൻവയറമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ 4G ലാംഗ്വേജസ് ഉണ്ട്. ഓരോന്നിനും എക്സാമ്പിൾസ് നിങ്ങൾ 1-2 എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജ് ഉണ്ടെന്നും ഇല്ല എന്നുള്ള പ്രോഗ്രാമർക്കിടയിൽ തന്നെ അഗ്രിമെൻ്റ് വന്നിട്ടില്ല. അതായത് ചിലർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ചെയ്യുന്നത് സോഫ്റ്റ്വെയറിന് നമ്മൾ ഫിഫ്ത്ത് ജനറേഷനായിട്ടും അല്ലാന്ന് കൺസിഡർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമേഴ്സും ഉണ്ട്. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് എന്ത് പറയുന്നത്, ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്നത്. എക്സാമ്പിൾ പ്രൊലോഗ് ഒക്കെയാണ്. സോ ഇത്രയും നിന്നും ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ക്ലോസർ ടു ഹ്യൂമൻ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലൈക്ക് ഫ്രേസസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മോർ യൂസർ ഫ്രണ്ട്ലി ആണ്. ആൻഡ് മേക്ക് ദ പ്രോഗ്രാമിംഗ് ഈസിയർ ആൻഡ് മോർ അബ്സ്ട്രാക്റ്റ്. കാരണം ഈ പ്രോഗ്രാമറിന് എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഏത് രജിസ്റ്ററിൽ പോയി ഡാറ്റ കൊടുക്കണമെന്നോ, ഏത് രജിസ്റ്ററിന് ഡാറ്റ സ്വീകരിക്കണമെന്നോ, ഏത് 2 രജിസ്റ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യണമെന്നോ, ഈ 2 രജിസ്റ്ററുകൾ വാല്യൂ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് പോയി സ്റ്റോർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രോഗ്രാമർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർ ജസ്റ്റ് ഇംഗ്ലീഷ് ലൈക്ക് പിന്നെ ഇൻ, ഔട്ട്, ആഡ് A + B എന്നുള്ള കൊടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി.
പക്ഷേ ഒരു ലോ ലെവൽ ലാംഗ്വേജസിനെ സംബന്ധിച്ചിടത്തോളം മെഷീനിൽ ഈ മെമ്മറി എവിടെയാണ്, ഏത് മെമ്മറി ലൊക്കേഷനിൽ നിന്നാണോ ഡാറ്റ എടുക്കേണ്ടത് അത് സ്പെസിഫൈ ചെയ്യണം. ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത്, ഏത് 2 കമാൻഡാണോ റൺ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്താണ് മെഷീൻ കോഡിൽ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ആ ലെവലിൽ പ്രോഗ്രാമർ മെഷീനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മളൊരു ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മെഷീൻ എങ്ങനെ റീഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നോ ഉള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല. സോ ദേ ആർ മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഇതിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത പ്രോഗ്രാം, ഉണ്ടാക്കിയ പ്രോഗ്രാം നമുക്ക് വേറെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിക്കാം. മേക്സ് കോംപ്ലക്സ് പ്രോഗ്രാമിംഗ് സിംപ്ലർ വൈൽ ലോ ലെവൽ ലാംഗ്വേജ് ടെൻഡ്സ് ടു പ്രൊഡ്യൂസ് മോർ എഫിഷ്യൻറ്റ് കോഡ്. മോർ എഫിഷ്യൻറ്റ് കോഡ് എന്ന് പറയാൻ കാരണം അതിലെഴുതിയത് പെട്ടെന്ന് റൺ ചെയ്യും, കാരണം പെട്ടെന്ന് മനസ്സിലാക്കുന്ന മെഷീൻ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആയതുകൊണ്ട്. മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം ബൈ എ കമ്പൈലർ ഓർ ഇൻ്റർപ്രറ്റർ. നേരത്തെ പറഞ്ഞു അസംബ്ലി ലാംഗ്വേജിന് അസംബ്ലി ലെവൽ പ്രോഗ്രാമിന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്, അസംബ്ലർ. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജിന് കൺവേർട്ടർ ആണ് എന്ത്, കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഈ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാൻ കാൽക്കൂൾ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. എക്സാമ്പിൾസ് കോബോൾ, C++, ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്താണെന്നുള്ളത്, ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ എക്സിക്യൂഷൻ സ്ലോ ആണ്. കാരണം ഇത് ആദ്യം എഴുതുന്നത് ഇംഗ്ലീഷ് സെൻറ്റൻസിലായിട്ടാണ്, അതെന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യാൻ എടുക്കും ടൈം. ഹൈ മെമ്മറി കൺസംഷൻ, ഇത് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ഔട്ട്പുട്ട് കിട്ടുന്ന ആ 1s and 0s ഉള്ള പ്രോഗ്രാമിൻ്റെ സൈസും കൂടുതലായിരിക്കും. സോ എക്സിക്യൂഷൻ സ്പീഡ് കുറവായിരിക്കും, ഒരു ടൈം കൂടുതലെടുക്കും, ഹൈ മെമ്മറി കൺസംഷനാണ്, അതേപോലെ സൈസും കൂടുതലായിരിക്കും. Now what is a compiler? കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ ആണ് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജായി കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ കമ്പൈലർ എന്താണ്, ഇൻ്റർപ്രറ്റർ എന്താണ്, തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് അടുത്തത്. നിങ്ങൾ പഠിച്ച C ഒരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്, കമ്പൈലറാണത്. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്നു, സേവ് ചെയ്യണു, അതിനുശേഷം കമ്പൈലിന് കൊടുക്കണം. കമ്പൈലിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം മുഴുവൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമത്തെ മുഴുവൻ റീഡ് ചെയ്ത് അതിൻ്റെ എറർ വല്ലതും ഉണ്ടെങ്കിൽ ഏത് ലൈനിലാണ് ഏത് കോളത്തിലാണ് എറർ എന്ന് പറഞ്ഞിട്ടുള്ള എറർ മെസ്സേജ് അവിടെ കാണിക്കുന്നു. അപ്പോൾ അതിൽ ചെയ്യുന്നത് ആ പ്രോഗ്രാം മൊത്തം എടുത്ത് കൺവേർട്ട് ചെയ്യും, എന്തെന്ന് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അവിടെ എറർ ഉണ്ടെങ്കിൽ ഫുൾ റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് എല്ലാ എററും കൂടി ഒന്നിച്ച് കാണിച്ചു തരും. അപ്പോൾ എററൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ കമ്പൈലേഷൻ പിന്നെയും ചെയ്തിട്ട് പിന്നെയാണ് എക്സിക്യൂഷൻ ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലേഷനും എക്സിക്യൂഷൻ 2 സ്റ്റെപ്പ് അവിടെ ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് കോബോളാണ്, അത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ആണ്. C നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് ആണ്. C++, ജാവ നിങ്ങൾക്കറിയാം, HTML ഉണ്ട്. ഓരോന്നും നമുക്ക് എന്താണോ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം നേരത്തെ പറഞ്ഞ ആ 5 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതിവിടെ ഒരു സ്റ്റെപ്പും കൂടി ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയി കൂട്ടിച്ചേർത്തിട്ട് 6 സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ. സെയിം തന്നെയാണ് ഒക്കെ. ഇത് താഴത്തുനിന്ന് മുകളിലേക്കാണ്. ഏറ്റവും ലോവസ്റ്റ് എന്ന് പറയുന്നത് അനലൈസ് റിക്വയർമെൻറ്റ്, ഡിഫൈൻ ദ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല, അതാണ് അനലൈസ് റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് ഡിസൈൻ ദ സൊല്യൂഷൻ, ഇവിടെ നമ്മൾ സ്യൂഡോ കോഡും ഫ്ലോ ചാർട്ടൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് വാലിഡേറ്റ് ദ ഡിസൈൻ, അപ്പോൾ ആ എഴുതിയ സൊല്യൂഷനിൽ തന്നെ വല്ല എററും ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. ഇവിടെ നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇംപ്ലിമെൻറ്റ് ഡിസൈൻ, നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതാണ്. ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് റൺ ചെയ്യുന്നു, അതിൻ്റെ എറർ കറക്റ്റ് ചെയ്യുന്നു. ഫൈനൽ ഡോക്യുമെൻറ്റ് സൊല്യൂഷൻ, അതിൽ ഡെഡ് കോഡൊക്കെ ഒഴിവാക്കിയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് കമൻസ് ഒക്കെ കൊടുത്തിട്ട് ഫൈനൽ സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റ് സൊല്യൂഷൻ. അപ്പോൾ അതിൽ ഈ വാലിഡേറ്റ് ഡിസൈൻ നമ്മൾ ഫ്ലോ ചാർട്ടോ മറ്റോ സ്യൂഡോ കോഡോ എഴുതിയതിന് ശേഷം അതിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ട് 6 സ്റ്റെപ്സ് ആക്കിയെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമിലർ തന്നെയാണ്. നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. IPO ചാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് വിഡ്രോ മണി ഫ്രം ATM മെഷീനാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ വിഡ്രോ മണിയാണ്, യൂസർ ഉണ്ടാവും, അതിൻ്റെ അക്കൗണ്ട് നമ്പറും പിൻ നമ്പറും എമൗണ്ടും നമ്മൾ ഇൻപുട്ട് വേണം, മണി റെസിപ്റ്റും വേണം,
പിന്നെ എന്താണ് വേണ്ടത്, പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻപുട്ടൊക്കെ റീഡ് ചെയ്യുക, അക്കൗണ്ട് നമ്പറും പിൻ നമ്പറും മാച്ച് ചെയ്യണ്ടോ നോക്കുക, ബാലൻസ് ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം വിഡ്രോവൽ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്റ്റെപ്പായിട്ട് എഴുതിയെന്ന് മാത്രം. നെക്സ്റ്റ് ഡിസൈൻ സൊല്യൂഷൻ നേരത്തെ പറഞ്ഞല്ലോ, സ്യൂഡോ കോഡും ഫ്ലോ ചാർട്ടും. വാലിഡേറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് അതിൽ ഒരു കാര്യമുണ്ട്, ലോജിക് എറർ. നേരത്തെ നമ്മൾ സിൻടാക്സ് എഴുതുന്ന സമയത്ത് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സിൻടാക്സ് എറർ, ലോജിക് എറർ, ഇങ്ങനെയുള്ള 2 എറേഴ്സാണ് ഉണ്ടാവുക. സിൻടാക്സ് എറർ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന ഏത് പ്രോഗ്രാം ലാംഗ്വേജാണ് എഴുതുന്നത് അതിൻ്റെ റൂൾസ് വെച്ചിട്ടുള്ള റൂൾ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ സിൻടാക്സ് എറർ എന്ന് പറഞ്ഞ് കാണിക്കുക. ലോജിക് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷനിൽ ഇപ്പോൾ പ്ലസ് മൈനസ് മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വരുന്നത്, അതല്ലെങ്കിൽ ഗ്രേറ്റർ ഓർ ലെസ് എന്നുള്ള കാര്യം മാറ്റുക, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്റർ ഓർ ലെസ്സോ അല്ലെങ്കിൽ ഇക്വേഷനിൽ എന്തെങ്കിലും ഓപ്പറേറ്റർ പ്ലസ് ഓർ മൈനസ് ഒക്കെ മാറിയാൽ അതൊരിക്കലും എന്ത് കാണിക്കില്ല, സിൻടാക്സ് എറർ കാണിക്കില്ല. കാരണം അവിടെ ഒരു വാലിഡ് റൂൾ അവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അത് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള റിസൾട്ട് അല്ല തരാം. അപ്പോൾ അത് ലോജിക് എററാണ്. സിൻടാക്സ് എറർ അല്ലാണ്ട് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാതെ ഈ ഇക്വേഷനിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിലോ വെച്ച് വരുന്ന എറേഴ്സിനെയാണ് ലോജിക് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റ് ഡിസൈൻ ടൈപ്പ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. പറഞ്ഞു സിൻടാക്സ് എറർ ആൻഡ് ലോജിക് എറർ. അപ്പോൾ അതിനെ ലൊക്കേറ്റിംഗ് ആൻഡ് ഡീബഗിങ് അവിടെ ചെയ്യുന്നു. ബഗ്സ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം എററിനെയാണ് ബഗ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാം ഡെഡ് കോഡ്സ് എലിമിനേറ്റ് ചെയ്യുന്നു, ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു. പിന്നെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റീഡ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനാണ്, ഹൈറ്റും വിഡ്ത്തും റീഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ദ ഏരിയ യൂസിങ് ഇക്വേഷൻ വെച്ചിട്ട് ഹൈറ്റും വിഡ്ത്തും വെച്ചിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്പ്ലേ ദ റിസൾട്ട്. ഇതാണ് അതിൻ്റെ അൽഗോരിതം വരിക. സ്യൂഡോ കോഡ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട്, റിക്വസ്റ്റ് ദ യൂസർ ടു ഇൻപുട്ട് വിഡ്ത്ത്, യൂസർ ഇൻപുട്ട് വിഡ്ത്ത്, റിക്വസ്റ്റ് യൂസർ ടു ഇൻപുട്ട് ഹൈറ്റ്, യൂസർ ഇൻപുട്ട് ഹൈറ്റ്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, പ്രിൻ്റ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എൻഡ്. ഇത് നോക്കുകയാണെങ്കിൽ അൽഗോരിതം പോലെ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടി കുറച്ചും കൂടി ക്ലിയർ ആണ്. ഇനി ഇതിനെ നേരിട്ട് എന്ത് ചെയ്താൽ മതി, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സിൻടാക്സിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. ഫ്ലോ കറക്റ്റാണ്, ഒരു എററും എല്ലാം എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത് ക്ലിയർലി സ്പെസിഫൈഡ് ആണ്. അതാണ് സ്യൂഡോ കോഡ് എന്ന് പറയുന്നത്. ഇനി ഫ്ലോ ചാർട്ട്, ഇതിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്ക് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻപുട്ട് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഏരിയ എന്ന് പറയുന്നത് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, പ്രിൻ്റ് ഏരിയ എൻഡ്. ഇതാണ് അതിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു C++ കോഡിംഗ് ആണ്. നിങ്ങൾക്ക് C അറിയണ്ടാവും, C++ കുറച്ച് പേർക്കെങ്കിലും അറിയണ്ടാവും. ഹാഷ് ഇൻക്ലൂഡ് IOStream .h കൊടുത്തു. അതോടെ C in C out, നിങ്ങൾ പ്രിൻറ്റ് സ്കാൻ എന്നൊക്കെ പറയുന്ന പകരം C in C out ആണ് C++. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് IOStream .h എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡ് വിഡ്ത്ത് ഹൈറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് എഫിന് പകരം C out ആണ്, എൻ്റർ ദ വിഡ്ത്ത്. സ്കാൻ എഫിന് പകരം C in ആണ്, വിഡ്ത്ത് എൻ്റർ ഹൈറ്റ്, അവിടെ ഹൈറ്റ് എൻ്റർ ചെയ്യുന്നു, എന്നിട്ട് ഏരിയ ഈക്വൽ ടു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എന്നിട്ട് ഇത് ഏരിയ ഈസ് എന്ന് പറയുന്നത് അത് പ്രിൻ്റ് ചെയ്യുന്നു, ഏരിയ പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുന്നു. ഇത്രയാണ് ഒരു C++ പ്രോഗ്രാമിങ്ങിലുള്ള കോഡ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, എൻ്റർ ദ വിഡ്ത്ത്. അപ്പോൾ നമ്മൾ വിഡ്ത്ത് കൊടുക്കുന്നു, എൻ്റർ ദ ഹൈറ്റ്, അവിടെ ഹൈറ്റ് കൊടുക്കുന്നു, ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് തരുന്നു. നേരത്തെ പറഞ്ഞ ATMൻ്റെ ഇതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെക്സ്റ്റ് കമ്പൈലർ വേഴ്സസ് ഇൻ്റർപ്രറ്റർ. കമ്പൈലർ